നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു കാര്യം നമ്മുടെ പേഴ്സിൽ ചെയ്താൽ നമുക്ക് എങ്ങനെ ധാരാളം പണം നമ്മുടെ പേഴ്സിൽ കൊണ്ടുവരാം, പേഴ്സിൽ അമിതമായിട്ട് പണം കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ചില ആൾക്കാർ എത്ര കഠിനാധ്വാനം ചെയ്താലും അവരുടെ കയ്യിൽ പണം വരാറില്ല. എത്ര വഴിപാടുകൾ നടത്തി, എത്ര ക്ഷേത്രങ്ങളിൽ പോയി, എന്തെല്ലാം നേർച്ചകൾ നടത്തിയാലും ഇത്തരം ആൾക്കാരുടെ കയ്യിൽ പണം വരികയേയില്ല. അവർ ജാതകദോഷമെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവർക്കുണ്ടായ ദുർഗതി എന്നോ പഴിചാരുമെങ്കിലും ഇവർക്ക് യാതൊരു രീതിയിലും ഒരു നിലനിൽപ്പും ഉണ്ടാകില്ല. പണം അല്പം പോലും കയ്യിൽ വരികയുമില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഈ ഒരു ഇല വെച്ച് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഇരട്ടിയാക്കാം. നിങ്ങളുടെ പേഴ്സിൽ ധാരാളം പണം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ധാരാളം പണമിട്ട് ചെലവഴിക്കുവാൻ കഴിയും. ചില ആൾക്കാരുടെ പേഴ്സ് വൃത്തിഹീനമായ രീതിയിൽ സൂക്ഷിക്കുന്നത് കാണാം. അവർ പലവിധ ബില്ലുകൾ ആ പേഴ്സിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. റേഷൻ കടയിൽ പോയാൽ റേഷൻ കടയുടെ ബില്ല്, പെട്രോൾ പമ്പിൽ പോയാൽ പെട്രോൾ പമ്പിലെ ബില്ല്, സൂപ്പർ മാർക്കറ്റിലെ ബില്ല്, റേഷൻ കടയിൽ പോയ ആ ബില്ല് എന്ന് വേണ്ട സകലവിധ ബില്ലുകളും അവരുടെ പേഴ്സിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. എന്ത് കാര്യത്തിനായാലും അവർ ആ ഒരു ബില്ല് കിട്ടുന്നോ ആ ബില്ലെല്ലാം ഇവർ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഇവരുടെ പേഴ്സിലായിരിക്കും. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സ് ഭംഗിയായി സൂക്ഷിക്കുക എന്നതാണ്. അതിനകത്ത് അനാവശ്യമായിട്ട് ഒന്നും വയ്ക്കാതിരിക്കുക. പഴകിയ ബില്ല്, പഴകിയ കാര്യങ്ങളൊന്നും തന്നെ ആ പേഴ്സിൽ വയ്ക്കാതിരിക്കുക. ഭംഗിയും ശുദ്ധിയുമുള്ള പേഴ്സ് ഉപയോഗിക്കുക. ചില ആൾക്കാർ പുതിയ പേഴ്സൊക്കെ വാങ്ങും. പേഴ്സ് വാങ്ങിയതിന് ശേഷം ഇവർക്ക് ഒരു ഗതിയും ഉണ്ടാകില്ല. അവർക്ക് പണം ഇഷ്ടംപോലെ അങ്ങ് ചിലവായി പോകും. പക്ഷേ ഒരു രീതിയിലും അവർക്കൊരു മുന്നേറ്റം ജീവിതത്തിൽ ഉണ്ടാകില്ല. എത്ര ശ്രമിച്ചാലും അവരുടെ കയ്യിൽ പണം നിൽക്കുകയോ അതല്ലെങ്കിൽ അവരുടെ പേഴ്സിൽ പണം വരികയോ ചെയ്യില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. നമ്മുടെ പേഴ്സിൽ നല്ല രീതിയിൽ പണം നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ ധാരാളം പണം വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സിൽ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ധാരാളം പണം വന്നു നിറയും. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പനിനീർ കൂർക്ക എന്ന ചെടി ഉണ്ടാകും. ഈ പനിനീർ കൂർക്ക നല്ല ഒരു മരുന്നും അതുപോലെ തന്നെ ദൈവികമായ ശക്തി കൂടുതൽ ഉള്ളതുമാണ്. ഇതിൻ്റെ വാസനയ്ക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. നെഗറ്റീവ് എനർജികൾ ഒന്നും തന്നെ നമ്മുടെ പേഴ്സിലോ നമ്മളിലോ വരാതിരിക്കുവാനുള്ള അപാരമായ ഒരു കഴിവ് ഈ പനീർ കൂർക്കയ്ക്കുണ്ട്. ഉറപ്പായും നിങ്ങളുടെ വീടുകളിൽ ഈ ഒരു ചെടി വളർത്തണം. അതുപോലെ തന്നെ ഈ ചെടി വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭാഗ്യവും അതുപോലെ നിങ്ങളുടെ പണത്തിൻ്റെ വരവും വർദ്ധിക്കും. അതുപോലെ വീട്ടിൽ സ്വസ്ഥതയില്ലായ്മ, കലഹം എന്നു വേണ്ട സകല പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഇടയാകും. ഇത് എത്രത്തോളം വളരുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും, നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു നിറയും. എല്ലാ രീതിയിലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ഇല നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ യാതൊരുവിധ കൺദൃഷ്ടി ദോഷമോ അല്ലെങ്കിൽ പ്രാക്ക് ദോഷമോ അല്ലെങ്കിൽ ശാപദോഷങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രാക്ക് എന്തും നമ്മുടെ വീടുകളിൽ ഏൽക്കില്ല. നമുക്ക് ധാരാളം ധനം വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്കൊരു ജീവിതം ലഭിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ചെടിയുടെ ഇല, അതുപോലെ തന്നെ ഈ ഇല നമ്മൾ ഉണക്കിയെടുത്ത്, അതായത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്ത് അല്പം പൊടിയാക്കിയതിന് ശേഷം വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിൽ അല്പം പുരട്ടി, ആ തിരിച്ചിലയിൽ അല്പം പുരട്ടി വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഇരട്ടി ഭാഗ്യം നമുക്ക് ലഭിക്കും. ഇങ്ങനെ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോകുകയാണെങ്കിൽ തീർച്ചയായും ആ ആഗ്രഹം സാധിച്ച് നമുക്ക് മടങ്ങി വരുവാൻ സാധിക്കും. എല്ലാ രീതിയിലും അഭിവൃദ്ധി നമുക്കുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ചിലയിടങ്ങളിൽ പനിനീർ കൂർക്കയെ പനീർ കൂർക്കയെന്നും പനിക്കൂർക്ക എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് പൂജാ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്നും മേടിച്ച് ദീപം കത്തിക്കുന്ന സമയത്ത് അല്പം അതിൽ ചേർത്ത് കത്തിച്ചാൽ തീർച്ചയായും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ സകലവിധ നെഗറ്റീവ് എനർജിയും പോയി നമുക്ക് ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഈ ഒരു ദീപം കത്തിക്കുന്നത് മൂലം നമുക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ പനിക്കൂർക്കയുടെ
ഒരു ഇതളെടുത്ത് നമ്മുടെ പേഴ്സിൽ വയ്ക്കുക. സാമ്പത്തികമായി നമുക്കുണ്ടാകുന്ന എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ എന്നല്ല, പൂർണ്ണമായും ശാശ്വതമായ ഒരു പരിഹാരം കിട്ടും. ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. ജീവിതത്തിലെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ നിങ്ങൾക്ക് ഈ ഒരു എളിയ ടിപ്സ് കൊണ്ട് സാധ്യമാകും. നിങ്ങൾ തീർച്ചയായും ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ